ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഞാൻ ആദ്യമായിട്ട് നിങ്ങളെല്ലാവരും അഭ്യർത്ഥിക്കുന്നു, നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും ലൈക്കും ചെയ്യുക. അതുപോലെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഗൈസ്, നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതുപോലെ നിങ്ങളുടെ ലൈക്കും തീർച്ചയായിട്ടും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. അതുപോലെ ഒട്ടും സമയം താമസിപ്പിക്കാനില്ല, നമ്മുടെ ഇന്നത്തെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദിസ് ഈസ് സോമതീരം. ഓക്കെ ഗൈസ്, അടിമലത്തുറ. ഇതാ ഈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ ക്ഷേത്രം നിങ്ങൾക്ക് കാണാനും കഴിയും. അപ്പോൾ നമ്മുടെ ഇന്ന് ലൊക്കേഷൻ തീർച്ചയായിട്ടും ഗൈസ്, ഞാൻ എപ്പോഴും നിങ്ങൾക്ക് പറ്റിയ ഫോട്ടോഗ്രാഫി ഉള്ള ലൊക്കേഷൻസും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് എപ്പോഴും പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനലെന്ന് പറയുമ്പോൾ തന്നെ വെഹിക്കിൾസ് റിലേറ്റഡും അതുപോലെ നല്ല ലൊക്കേഷൻസ് ഒക്കെ ഫോട്ടോഗ്രാഫിക്കൊക്കെ നല്ല അതുപോലെ റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ല ലൊക്കേഷൻസ് എല്ലാം കാണിച്ച് തരിക എന്നതാണ് എൻ്റെ കർത്തവ്യം. അപ്പോൾ ഇന്നത്തെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അടാറ് ലൊക്കേഷനാണ്. ഇതാ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ഇവിടെ നിന്ന് എടുക്കുക. ഈ ഒരു ലൊക്കേഷനിലോട്ട് നിങ്ങൾ വരിക. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, ഫോട്ടോഗ്രാഫിക്കും എല്ലാത്തിനും ഒരു പക്കാ ലൊക്കേഷനാണ്. പണ്ട് നിങ്ങൾക്ക് ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ ഒരു ലാലേട്ടൻ്റെ ഒരു സിനിമ, ഞാൻ പേര് മറന്നുപോയി, 2016 ഒരു ലാലേട്ടൻ്റെ ഒരു സിനിമ ഇവിടെ വെച്ച് എടുത്തായിരുന്നു. അന്ന് ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് സുനാമിയുടെ ഒരു പ്രത്യാഘാതത്തിൽ ഇവിടെ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പോയി ഗൈസ്. ഇപ്പോൾ ഇങ്ങനെ ശൂന്യമായിട്ട് കിടക്കുകയാണ്. പക്ഷേ എന്നാലും ഫോട്ടോഗ്രാഫിക്കും നല്ല ലൊക്കേഷനും ഒരു കുറവോ ഒന്നുമില്ല. ഇപ്പോഴും ആബ്സൊല്യൂട്ട് ടോപ്പ് ക്ലാസ് തന്നെയാണ്. ഓക്കെ, നമ്മുടെ വാഹനം അവിടെ ഉണ്ട്. നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് നടക്കാം, നമ്മുടെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം. എത്രയൊക്കെ പറഞ്ഞാലും ചവറിനും കാര്യങ്ങളും അതിനും ഒരു കുറവുമില്ല. അതുപോലെ തന്നെ നല്ല ഗ്രീനറിയും അതിനും ഒരു കുറവുമില്ല. പിന്നെ അവിടെ ഒരു കുപ്പി, അവിടെ ഒരു കുപ്പി. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിക്കും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വരേണ്ടവരെല്ലാവരും ഇങ്ങോട്ട് വരിക, ഫോട്ടോ എടുക്കുക, നല്ല നല്ല ഫോട്ടോകളും കാര്യങ്ങളും എടുക്കുക, ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, ശിവക്ഷേത്രം അവിടെ ഉണ്ട്, കറക്റ്റ് നോക്കി പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അവിടെ ഉണ്ട്. അതുപോലെ അങ്ങോട്ട് നടക്കാം. ഒരു പട്ടി വന്നു, യോ മാൻ വിളിയായിട്ടില്ല. നമുക്ക് ഇനി സ്ട്രെയിറ്റ് നടക്കാം, അവിടുത്തെ കാഴ്ചകളും കൂടെ നമുക്ക് കാണാം. ഗൈസ്, നമ്മളവിടെ നിന്ന് ഒരു വിജനമായ വഴിയിൽ കൂടിയാണ് നമ്മളിതാ ഷോർട്ട് കട്ട് എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതും ഫോട്ടോഗ്രാഫിയും കാര്യങ്ങൾക്കെല്ലാം വളരെ മികച്ചതായിരിക്കും. സൂര്യൻ വളരെ പെട്ടെന്ന് താന്നുപോയി, എന്ത് ചെയ്യാനാണ്. കണ്ടോ ഗൈസ്, വളരെ ഭംഗിയായിട്ട് നമ്മൾ കാര്യങ്ങളെല്ലാം കാണിച്ച് തരുന്നതായിരിക്കും. സൂക്ഷിച്ച് വരിക. ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഗ്യാപ്പുണ്ട്, അതിൽ കാലകപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫോണും കൊണ്ട് താഴോട്ട് പോകും. നമ്മളത് അനുവദിക്കാൻ പാടില്ല. ഓക്കെ, എന്തായിരുന്നാലും ഇവിടെ വലിയ കാടായിപ്പോയി. ഓക്കെ, ഞാൻ എന്തായിരുന്നാലും അങ്ങോട്ട് പോകുന്നില്ല, നമുക്ക് തിരിച്ചു പോകാം. നമ്മളിതാ ഇവിടെ നിന്ന് വേറൊരു കട്ടെടുത്തിട്ടുണ്ട്. നോക്കിയും പാത്തും വരിക. ഓക്കെ, ഒരു ടെറർ സ്ഥലം തന്നെ. എന്തായിരുന്നാലും നമ്മളിതാ എത്തി. നടന്ന് നമ്മളിതാ ബീച്ചിൻ്റെ ഈ ഒരു സൈഡിലോട്ട് എത്തിയിട്ടുണ്ട്. നടക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു വിജനമായ ഒരു കുളം. കുളിക്കാൻ കൊള്ളത്തില്ല. അയ്യോ, ഇവിടെയും ബ്ലോക്കാണ്. നമുക്ക് വീണ്ടും കറങ്ങിപ്പോവാം. ഈ സോമതീരത്ത് തന്നെ, ഈ അടിമലത്തുറ അല്ലെങ്കിൽ ആഴിമലയിൽ തന്നെ ഒരുപാട് ലൊക്കേഷനും ഒരുപാട് സ്പോട്ടുണ്ട്. ഞാൻ ഒന്നൊന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഒറ്റ ദിവസം കൊണ്ടെല്ലാം കവർ ചെയ്യാമെന്ന് പറഞ്ഞാൽ
വളരെ പാടാണ്. ഓരോ ദിവസം ഓരോ കണ്ടൻറ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, സോ സ്റ്റേ ട്യൂൺ മൈ ഫ്രണ്ട്സ്. കണ്ടോ, ആ ലുക്കിൽ തന്നെ നമ്മൾ വീണ് പോകും. റിലാക്സ് ചെയ്യാനും എല്ലാത്തിനും, പഞ്ചിനും എല്ലാത്തിനും കിടിലമാണ്. നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കടലിൽ കയറി കേട്ടോ, കടൽ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. നേരത്തെ വളരെ ബാക്കിലോട്ടായിരുന്നു കടൽ, ഇപ്പോൾ കടലെല്ലാം ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, തിരക്ക് വളരെ കുറവാണ്. ഇന്ന് ഹോളിഡേ ആണ്, എന്നിട്ട് പോലും തിരക്ക് കുറവാണ്. അല്ല, തിരക്കുണ്ട് കേട്ടോ, അങ്ങോട്ട് നല്ല തിരക്കുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ നിങ്ങളെ വിചാരിക്കും. ഗൈസ്, നിങ്ങൾക്ക് അവിടെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം റിസോർട്ടാണ്, കോടികളുടെ റിസോർട്ടൊക്കെയാണ്. തീർച്ചയായിട്ടും അവിടേക്ക് ഒരു ദിവസം പോകണം, പോയിട്ട് അവിടുത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാനാണ്. അതുമാത്രമല്ല ഗൈസ്, ഇന്നത്തെ നിറക്കാഴ്ചകൾ നിങ്ങൾപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അവിടെ ഒരു ഹോണ്ട പോകുന്നുണ്ട്, നല്ല ശബ്ദം കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. വാവ്, നൈസ് സൗണ്ട് മാൻ, നൈസ് സൗണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നിറക്കാഴ്ചകൾ കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൊക്കേഷൻ അപ്പോൾ നിങ്ങൾ മറക്കണ്ട, വരാനുള്ളവർ വരിക, ഫോട്ടോസൊക്കെ എടുക്കുക. ആൻഡ് ഓൾസോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടാതെ ദാറ്റ്സ് ഓൾ. ഇന്നത്തെ വീഡിയോ എല്ലാം കഴിഞ്ഞു മൈൻഡപ്പ് ചെയ്തു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏവർക്കും പീസ് ഔട്ട്.